പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്, പലരോടും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, എന്നെ കേൾക്കുവാൻ ആരുമില്ല. എന്നാൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, ഈ ലോകത്തിലെ പല ആൾക്കാർക്കും, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്കും നമ്മളെ കേൾക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ നമ്മളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കാതെ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ വാക്കുകളും ഓരോ ചലനങ്ങളും കണ്ട് സന്തോഷിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഒരിക്കൽ ദൈവഭക്തിയായ ഹന്ന എന്നൊരു സ്ത്രീ, അവൾക്ക് വളരെ വേദനയാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ ഭാരമാണ്. കാരണം അവൾക്ക് മക്കളില്ലായിരുന്നു. ദിനം പ്രതി അവൾ കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, തലമുറയില്ലാത്തതുകൊണ്ട്. എന്നാൽ ഹന്ന എല്ലാ വർഷത്തിലും ദേവാലയത്തിൽ കടന്നുപോയി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ അവൾ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ മനോവ്യസനതയോടെ കരയാൻ ഉണ്ടായി. കരച്ചിൽ വന്നു. പല കാര്യങ്ങൾ അവൾ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ആ ദേവാലയത്തിലെ പുരോഹിതൻ അവിടെ കടന്നു വന്നപ്പോൾ അവിടെ സംസാരവും അവിടെ രീതിയൊക്കെ കണ്ടപ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നത് ആ പുരോഹിതന് മനസ്സിലായില്ല. ആ പുരോഹിതൻ അവളെ ഉപദേശിക്കുവാനൊക്കെ തുടങ്ങി. അവൾ പറഞ്ഞു, ഞാൻ മനോവ്യസനതയുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ എൻ്റെ കാര്യം ദൈവത്തോട് അറിയിക്കുകയാണ്. പുരോഹിതൻ അവളെ സമാധാനിപ്പിച്ചു വിട്ടു. എന്നാൽ ഒരു സംഭവം അവിടെ ഉണ്ടായി. ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയോ ആ ഭാരമോ തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ക്രിസ്തുവിൻ, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ പകരുകയാണെങ്കിൽ, നമ്മുടെ വിഷമത്തെയും നമ്മുടെ ഭാരത്തെയും അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ധൈര്യമായിരിക്കുക, ഉറച്ചിരിക്കുക, ഭാരപ്പെടേണ്ട. കർത്താവ് എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. നിങ്ങളുടെ പ്രയാസത്തെയും നിങ്ങളുടെ ദുഃഖത്തെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുക. കർത്താവ് മറുപടി തരും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.